ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. ത്രികോണ മത്സരം നടക്കുന്ന ദില്ലിയിൽ ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് പ്രചാരണം ശക്തമാക്കുന്നത്. അതേസമയം കേജ്രിവാളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആം ആദ്മി പാർട്ടി ബിജെപി തർക്കം രൂക്ഷമായി. ന്യൂഡൽഹി ബിജെപി സ്ഥാനാർത്ഥി പർവേഷ് ശർമ്മയുടെ അനുയായികളാണ് കേജ്രിവാളിന് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. അതേസമയം തന്റെ പ്രവർത്തകർക്ക് നേരെ കേജ്രിവാൾ വാഹനം കയറ്റാൻ ശ്രമം നടത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം. വിവരങ്ങളുമായി സ്വാതിയാണ് ചേരുന്നത്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിയ. നല്ല തണുപ്പ് ആണ് ദില്ലിയിൽ, പക്ഷെ അതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുന്നു അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ? ആം ആദ്മി പാർട്ടിയും ബിജെപിയും ഒക്കെ തമ്മിൽ രൂക്ഷമായ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ദില്ലിയിൽ ഒരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ അങ്ങനെ കോൺഗ്രസ് മത്സരരംഗത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ബിജെപിയും മത്സരരംഗത്തുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അതിൽ ഒരു തിരുത്തൽ കൂടി വരുത്തുകയാണ്. നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെയായിരുന്നു സൂക്ഷ്മ പരിശോധന അവസാനിച്ചിരുന്നത്. നാളത്തോടുകൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയമാണ് അവസാനിക്കാനിരിക്കുന്നത്. എന്തായാലും വലിയൊരു പോരാട്ടത്തിലേക്കാണ് രാജ്യതലസ്ഥാനം പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആം ആദ്മി പാർട്ടിയും ബിജെപിയും തമ്മിലുള്ള പോര് തുടരുന്ന സാഹചര്യം തന്നെയാണ്. കുറെ നാളുകളായി ഇവർ തമ്മിൽ വാക്പോരും അതോടൊപ്പം തന്നെ കടന്നാക്രമണവും രൂക്ഷമാകുന്നു. ബിജെപി കേജ്രിവാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ബിജെപിക്കെതിരെയും കൃത്യമായ ചില കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായി നടന്നൊരു സംഭവം കേജ്രിവാളിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി എന്നുള്ളതാണ്. ന്യൂഡൽഹി മണ്ഡലത്തിലാണ് കേജ്രിവാൾ മത്സരിക്കുന്നത്. ഈ ന്യൂഡൽഹി മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെയാണ് കേജ്രിവാളിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത്. എന്നാൽ ഇത് കൃത്യമായും ആസൂത്രിതമായി ചെയ്തതാണ് എന്നുള്ള ആരോപണം തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ബിജെപിയുടെ നേതാക്കൾ ആണ് ഈ കല്ലേറിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ന്യൂഡൽഹി മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള പർവേഷ് വർമ്മയുടെ അനുയായികളാണ് ഈ കല്ലേറിന് പിന്നിൽ എന്നുള്ളത് ചിത്രങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ പുറത്തിറക്കിയിരുന്നു ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ശക്തമാക്കുകയാണ്. അതിൽ വലിയ പ്രതിഷേധം, അതായത് കേജ്രിവാളിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതായത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ ഭയമാണ് ഇത്തരത്തിൽ ആസൂത്രിതമായ ആക്രമണങ്ങളിലൂടെ ബിജെപി ലക്ഷ്യം വെക്കുന്നത് എന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ബിജെപി പറയുന്നത് ബിജെപി പ്രവർത്തകരെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വഴിയിലൂടെ മനഃപൂർവ്വമായി കേജ്രിവാൾ വാഹനം കയറ്റിയതാണ്. അത്തരത്തിൽ രണ്ടുപേരും തമ്മിലുള്ള വാക്പോര് ഈ പ്രശ്നത്തെ തുടർന്ന് രൂക്ഷമായിട്ടുണ്ട്. വലിയ വാഗ്വാദങ്ങളിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു. അതിൽ പ്രമേയമാക്കിയിട്ടുള്ളത് മനീഷ് സിസോദിയുടെയും കേജ്രിവാളിന്റെയും അറസ്റ്റ് സംബന്ധിച്ച ഒരു ഡോക്യുമെന്ററിയാണ്. എന്നാൽ ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിന് ബിജെപി വിലക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാണ് ബിജെപിയുടെ അവകാശവാദം. എന്നാൽ ഈ വിഷയത്തിൽ ഡോക്യുമെന്ററി പ്രചരണത്തിന്റെ ഭാഗമായി മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് അനുമതി നൽകാത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചോദിക്കുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിൽ വലിയ പ്രചരണങ്ങളിലേക്ക് പോകുമ്പോൾ പോലും ആ പ്രചരണങ്ങളെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ഈ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസും ഈ ദില്ലിയിൽ ഇത്തവണ പ്രചരണ രംഗത്ത് വലിയ ചൂട് പിടിച്ചുള്ള പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഏറ്റവും ഷീലാ ദീക്ഷിത്തിന്റെ മകൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ ഇത് സംബന്ധിച്ച വലിയ അതൃപ്തിയുണ്ട്. സഖ്യകക്ഷികളായിട്ടും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് മത്സരിക്കുന്നത് സഖ്യകക്ഷികൾക്കിടയിൽ വലിയൊരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് പല നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഫെബ്രുവരി 5-നാണ് ദില്ലിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വലിയ പോരാട്ടത്തിലേക്കും പ്രചരണ പ്രവർത്തനങ്ങളിലേക്കും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രിയ. ശരി സ്വാതി, ദില്ലിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വാർത്തകളുടെ വിശദാംശങ്ങളാണ് സ്വാതി പങ്കുവച്ചത്.